കേരളത്തിന്റെ ഉള്ളു തകർത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട്. സംസ്ഥാനം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നിന്റെ നടുക്കം വിട്ടുമാറാതെ കഴിയുകയാണ് ദുരന്തബാധിതർ. പുത്തുമലയിൽ സർവമത പ്രാർത്ഥന നടക്കും. പുത്തുമലയിൽ നിന്ന് ആസിഫ് മുഹമ്മദും ലിനറ്റ് വർഗീസുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ആസിഫിലേക്ക് പോവുകയാണ്. ആസിഫ്, ഒരാണ്ടായിരിക്കുന്നു കേരളം നേരിട്ട മഹാദുരന്തത്തിന്. നമ്മളടക്കമുള്ള ആളുകൾ അവിടേക്ക് പോയിട്ട് ഇപ്പോൾ 1 വർഷമായി എന്നുള്ളത് വിശ്വസിക്കാനാകുന്നില്ല. അത്രയും വേഗം കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് ഈ 1 വർഷത്തിന് ശേഷം എത്തുമ്പോൾ ആ ഓർമ്മകളായിരിക്കും ഇരച്ചെത്തുക എന്നറിയാം. അതിനും അപ്പുറം ആളുകൾ എത്രത്തോളം അവിടെ അതിജീവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ചുറ്റും കാണാൻ കഴിയുന്നുണ്ട് ആസിഫ്? ലക്ഷ്മി, തീർച്ചയായും 1 വർഷം മുമ്പ് നമ്മളിങ്ങോട്ട് എത്തുമ്പോൾ കണ്ട കാഴ്ചകൾ നമ്മൾക്ക് ഇനി വിവരിക്കേണ്ടതില്ല. കാരണം അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അതുപോലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ആ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ, ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ ആ പ്രദേശങ്ങൾ, ആ ഉരുളെടുത്ത് പോയ പ്രദേശങ്ങൾ, അതിൻ്റെ ആ ഒരു ദുരന്തം അത് അതേപടി തുടരുകയാണ്. ഞാനും ലിനറ്റും ഇപ്പോൾ നിൽക്കുന്നത് ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേരിട്ട ആ ആളുകളെ ഒരുമിച്ച് സംസ്കരിച്ച സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ആളുകളുടെ ഒരു ഒഴുക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അവരുടെ ബന്ധുക്കൾ മാത്രമല്ല, ഈ ഒരു നാട് മുഴുവൻ ഒന്നാകെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു നാടിൻ്റെ വേദനയായി മാറിയിരിക്കുകയാണ്. ലിനറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ സന്ദർശിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിനറ്റ്, ആ ഒരു പേര് അല്ലേ, ജൂലൈ 30 ഹൃദയഭൂമി, അത് ശരിക്കും ആ ഒരു പേര് അത് ഏറ്റവും നീതി പുലർത്തുന്ന ഒരു പേരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പല ആളുകളെയും കാണുന്നു. അവർ കണ്ണീര്, അവർ കരയുന്ന ആളുകൾ മുഴുവൻ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെയോ മൃതദേഹത്തിൻ്റെ അടുത്ത് വന്നല്ല, അല്ലെങ്കിൽ ആ കുഴിമാടത്തിൻ്റെ അടുത്ത് വന്നല്ല. അപ്പോൾ ആ ഒരു നാടിൻ്റെ വേദന അതിപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു എന്നല്ലേ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നല്ലേ? തീർച്ചയായിട്ടും ആസിഫ്, കാരണം ഇവിടെ ഇതിന് തൊട്ട് ബാക്കിലായിട്ട് ഈ മരിച്ച എല്ലാവരുടെയും അല്ലെങ്കിൽ കാണാതെ പോയ എല്ലാവരുടെയും ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടെ പലരും അയ്യോ ഇന്നയാൾ മരിച്ചു എന്ന് തിരിച്ചറിവ് വരുന്നത്. മീൻസ് നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പം ആളുകൾക്ക് തമ്മിൽ പരിചയം ഉണ്ടാകും. പക്ഷേ ഇക്കൂട്ടത്തിൽ പലരും പല സ്ഥലത്താണ്, അവരെ വീണ്ടും കാണുന്നില്ല. പലരും ബസ്സിലൊക്കെ യാത്ര, കഴിഞ്ഞ ദിവസം ബെൻസൻ്റെ സ്റ്റോറിയിൽ കണ്ടു, പലരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ മരണപ്പെട്ടു എന്നുള്ള വിവരം ചിലരുടെ ഫോട്ടോകൾ കണ്ടിട്ടാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരും ഈ സ്ഥലത്തെത്തുന്നുണ്ട്. സ്വന്തം വീട്ടുകാരുടെ അല്ലെങ്കിൽ നഷ്ടമായവരുടെയൊക്കെ കുഴിമാടങ്ങളിൽ വന്ന് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുന്നതിൻ്റെ ഒപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പേരുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടുപേര് കാണുമ്പോൾ നിന്നു പോകുന്ന മനുഷ്യരും ഈ കൂട്ടത്തിലുണ്ട്. പലരുടെയും നെഞ്ച് പൊട്ടിയാണ് ഇവിടുന്ന് പോകുന്നത്. അമ്മമാരൊക്കെ കരഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ഒരു കുഴിമാടം നമുക്ക് ഒരുപാട് വേദന ഉണ്ടാകും. കാരണം 3 മക്കളെ അടക്കിയിരിക്കുന്നു. അതിൽ അപ്പനും അമ്മയും മാത്രമാണ് ബാക്കിയായത്. ഇന്നും അവർക്ക് വേണ്ടി വന്നു പിതാവും മകളും ഉള്ള കുഴിമാടം. അതേപോലെ ചിലത് ഈ പണ്ട് ഇവിടെ ആദ്യം ഈ അടക്കം ചെയ്ത സമയത്ത് വെറും നമ്പറുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ അവിടെ പലയിടത്തും പേരുകൾ വന്നു, അവരവരുടെ വിശ്വാസങ്ങൾ വന്നു. എന്നിരുന്നാൽ പോലും അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പലരും ഇങ്ങനെ പേരുകൾക്കൊപ്പം DNA ടെസ്റ്റിലൂടെയാണ് ഇപ്പോൾ ഇതുപോലെ ഇവരാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ വന്നെന്നാണ് ഈ 3 കുട്ടികൾ പറഞ്ഞു. ആ കുട്ടികളുടെ തൊട്ടിപ്പുറത്തായിട്ട് അവരുടെ മുത്തശ്ശിയുടെ ഇതും അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ഈ DNA ടെസ്റ്റിലൂടെയാണ് മനസ്സിലാക്കിയത്. അവിടെയും അവർ വന്ന് പുഷ്പാർച്ചന നടത്തിയ കുട്ടികൾക്ക് ചോക്ലേറ്റുകൾ സമർപ്പിക്കുന്നു, അവർക്ക് കളിപ്പാട്ടങ്ങൾ എല്ലാവർക്കും എന്താ പറയുക, വികാരഭരിതരായിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. മാധ്യമപ്രവർത്തകർ പോലും അന്നത്തെ കാര്യങ്ങൾ എല്ലാം വിശദീകരിക്കുന്നത് വികാരഭരിതയോട് കൂടിയാണ്. ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ 1 വർഷം. അതോടൊപ്പം ഇപ്പോഴും ലക്ഷ്മി, പല കുഴിമാടങ്ങളും ഒരുപക്ഷെ പേരുകൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് പൂർണ്ണമായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങളടക്കം ഉള്ളവ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോഴും ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വന്ന് അവരുടെ ആ പ്രിയപ്പെട്ടവരുടെ വേദനകൾ, നമ്മൾ ആദ്യ സമയത്ത് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും നമ്മുടെ ന്യൂസ് ഡയറക്ടറായ ഹർഷനും കൂടിയാണ് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യ JCB വന്ന്
ഈ ഒരു കുന്നൊരുക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തുമല ദുരന്തമുണ്ടായതിന് തൊട്ടടുത്താണ് ഈ ഒരു ഭൂമി എന്നുള്ളതുമുണ്ട്. അപ്പോൾ ആ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമിയോട് ചേർന്ന് തന്നെ അവർക്ക് അന്ന് കുഴിമാടം ഒരുക്കാൻ ആദ്യ JCB ഇങ്ങോട്ട് വന്ന് ആ കുഴി ഒരുക്കുമ്പോൾ നമ്മൾക്ക് പോലും ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് സാധ്യമാകും, ഇതെങ്ങനെ ഇവരെ തിരിച്ചറിഞ്ഞ് അടക്കം ചെയ്യും, അതിന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ള വലിയ ആശങ്കകൾ നമ്മളെല്ലാവരും അന്ന് പങ്കുവെച്ചതാണ്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു കുഴിമാടം ഒരുക്കുന്നു, പിന്നീട് അതൊരു സർവ്വമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കുന്നു. അതൊന്നും നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. കാരണം ഓരോ മതത്തിൽപ്പെട്ട വിശ്വാസികളും അവരുടേതായ പ്രാർത്ഥനകൾ നടത്തി. ഇവിടെ ഇപ്പോൾ ലിനിറ്റ് സൂചിപ്പിച്ചതുപോലെയാണ്, ഇവിടെ ആ സമയത്ത് ഇത് കുഴിമാടങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിഞ്ഞതില്ല. DNA ടെസ്റ്റുകളോട് പിന്നീടാണ് പല കുഴിമാടങ്ങളും ഇന്ന ആളുകളുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ സർവ്വമത പ്രാർത്ഥന നടത്തി ആ ബന്ധുക്കളുടെ ഒരു ആഗ്രഹപ്രകാരം അവരെ ഇങ്ങനെ ഒരുമിച്ച് സംസ്കരിച്ച് ആ ഒരു ഭൂമി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇത് പലതരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സന്ദേശങ്ങൾ ആ ദുരന്തത്തിന് ശേഷം നമ്മുടെ മലയാളികൾക്ക് നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നും സർവ്വമത പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവരുടെ ഒന്നും പ്രതികരണം ഈ സമയത്ത് ഒരുപക്ഷെ എടുക്കുന്നത് ഔചിത്യമാകില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രത്തോളം പോയത്. കാരണം അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരുടെ ബന്ധുക്കളുടെ കുഴിമാടങ്ങൾക്ക് അരികിൽ അവരെല്ലാവരും നിൽക്കുന്നത്. അവരുടെ സുഹൃത്തുക്കളുണ്ടാകും, അവരുടെ ബന്ധുക്കളുണ്ടാകും, അങ്ങനെ പലതരം ഓർമ്മകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു കുടുംബത്തിൽപ്പെട്ട 3 ആളുകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. നിഖിൽ, എനിക്ക് തോന്നുന്നു മറ്റു 2 പേരുടെ പേരുകൾ, അവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ പ്രദേശവാസികളാണോ അതോ ഇവരുടെ ബന്ധുക്കളാണോ? ആ ഭാഗത്തുണ്ടായിരുന്നത്. 3 ഫോട്ടോകൾ നിങ്ങളൊക്കെ അതിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെട്ടു വന്ന ആളുകൾ ഇറങ്ങി ഓടിയതല്ലേ? ഈ 3 ചെറുപ്പക്കാർ അവരൊക്കെ അന്ന് രാത്രി ഓടി രക്ഷപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത്രത്തോളം ഹൃദയബന്ധം സൂക്ഷിക്കുകയാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് സർവ്വമത പ്രാർത്ഥന നടക്കാനുണ്ട്. മറ്റ് എന്തൊക്കെ ചടങ്ങുകളാണ് ഇനി ഈ ഒരു ഹൃദയഭൂമിയിൽ നടക്കാനുള്ളത് എന്ന് നമുക്കൊന്നും കൂടെ പറയാമെന്ന് തോന്നുന്നു. അന്നെങ്ങനെയാണോ അടക്കം ചെയ്തത് അതുപോലെ തന്നെ 1 വർഷം പിന്നിടുമ്പോൾ സർവ്വമത പ്രാർത്ഥന നടത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തന്നെ നടത്തുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തുടക്ക സമയത്ത് അടക്കം മാത്രം, ഇവിടെ മതമില്ല, ജാതിയില്ല, അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ അടക്കം ചെയ്തു. അതുപോലെ തന്നെ ഇത്തവണ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 മതത്തിലുള്ള ഇവിടെയുള്ള ആളുകൾ എല്ലാവരും, ഈ നാട്ടിലുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അതിനുശേഷം ഇവിടെ ആളുകൾക്ക് പുഷ്പാർച്ചന നടത്താനുള്ള സൗകര്യം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം കുഴിമാടങ്ങൾ സന്ദർശിക്കാൻ വേണ്ടപ്പെട്ടവരെ കാണാം. അതോടൊപ്പം നമുക്ക് ഈ ബസ്സുകൾ പോലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം അടുത്ത് ഒരു അനുശോചന പരിപാടി നടത്തുന്നുണ്ട്. ഈ മേപ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് KSRTC ബസ് ഉൾപ്പെടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന പരിപാടികളാണുള്ളത്. 5 മന്ത്രിമാരിവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പല ബന്ധുക്കളെ എനിക്കൊരു പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല. കാരണം ഞാൻ ആ ദുരന്തം ആദ്യം മുതലേ നേരിട്ട് കണ്ടുവന്നു. എനിക്ക് ഒരുപക്ഷെ അവരോട് നമുക്ക് എന്ത് ചോദിക്കണമെന്നുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കത് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭൂമിയിൽ നിൽക്കുമ്പം അവരുടെ ഇമോഷൻസ് ഒന്നും കൂടെ കൂടുതലാണ്. അവർ ഒന്നാമത് ഈ വേദന ഇതിനെ അതിജീവിക്കുന്ന ആളുകൾ കൂടുതലുണ്ട്. അത് വീണ്ടും അവരോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, എനിക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരോട് എന്ത് ചോദിക്കുമെന്നുള്ളൊരു വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം ആ ഓർമ്മകൾ നമ്മളായിട്ട് ഇനി അത് ചോദിച്ചവരെ അല്ലേ? തീർച്ചയായും നമ്മളൊരു ചോദ്യം കൊണ്ട് അവരുടെ ഒരു കണ്ണുനീര് വീണ്ടും ഈ മണ്ണിൽ വീഴരുതെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പ്രത്യേകിച്ച് കുറച്ച് മുൻപ് ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതിൻ്റെ ഒപ്പം ഉള്ള ബന്ധുക്കളൊക്കെ ആയിട്ട് 23ഓളം ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ആ വ്യക്തിയോടൊക്കെ നമ്മൾ 1 വർഷം തികയുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. മാനസികാവസ്ഥ കൂടെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇവിടെയുള്ള ആളുകളെല്ലാം അത്രയും വികാരഭരിതരായിട്ടാണ് വരുന്നത്. ഈ പറയുന്നത് ബന്ധുക്കളെ കാണാനല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കാൻ വരുന്നവർ പോലും അടുത്തുള്ള കുഴിമാടങ്ങളിൽ തനിക്ക് അറിയാവുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം. അതും കൂടെ ഇത്തവണ കുറച്ചും കൂടെ വേദനാജനകമാണ്. അന്ന് ഇക്കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ അവർ പോയെങ്കിൽ ഇത്തവണ പോകുന്നത് അവരാരൊക്കെയാണ് എന്നും കൂടെ അവർക്ക് ഇത്തവണ അറിയാം.
അതെ, നമുക്ക് എന്തായാലും അവിടെ കുറച്ച് നാട്ടുകാരും മറ്റും നിൽപ്പുണ്ട് അല്ലേ, അവരോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു, ചെറിയ തോതിലെങ്കിലും. കാരണം ആളുകൾ അത്രത്തോളം വൈകാരികമായി കാണുന്ന നിമിഷങ്ങളും മറ്റുമാണ് ഈ നാട്ടുകാരൻ. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ചൂരൽമല സ്കൂൾ റോഡ്, പടവട്ടിക്കുന്നെന്നും പറയും. സ്കൂൾ റോഡാണ് ശരിക്കും അതിൻ്റെ പേര്. ഉരുൾ പൊട്ടിൻ്റെ പടവട്ടിക്കുന്നായി പറയും. അപ്പോൾ അവിടെ കുറഞ്ഞ വീടുകൾ, അതിൻ്റെ ഏകദേശം അടി വരെ താഴെ വരെ, നമ്മളെ വീടിൻ്റെയൊക്കെ ഏകദേശം താഴെ വരെ ഉരുളെടുത്ത് പോയതാണ്. അവിടെ റോഡും എല്ലാം ബ്ലോക്കായി പോയി, പാറയും മരം എല്ലാം വന്നടഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറഞ്ഞ വീടുകൾ ഞങ്ങളുണ്ട്. അപ്പോൾ അത് സർക്കാരിന് പരിഗണിക്കാവുന്നേ ഉള്ളൂ. സർക്കാർ എന്താണെന്നറിയില്ല. അതൊരു പ്രത്യേക രീതിയിൽ ഞങ്ങളെ കുറച്ച് വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് സ്വാഭാവികം നിങ്ങൾക്ക് അവിടെ ഇനിയും താമസിക്കുക സാധ്യമല്ല. ഇല്ല, താമസിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ എപ്പോഴും ഭീഷണിയാണ്. ഓരോ മഴ വരുമ്പോഴും വർഷകാലം വരുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാടകകളിലൊക്കെ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളല്ലേ അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ. കാരണം അവർ അത്രത്തോണ്ടാണ് സർക്കാർ അത് എടുക്കാത്തതെന്ന് അറിയുന്നില്ല. ഇത്തവണ പടവട്ടിക്കുന്നുകാരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി കലക്ടർ നിയോഗിച്ച ഒരു സമിതിയുണ്ട്. അത് അടക്കം റിപ്പോർട്ടുകൾ ഈ അടുത്ത ദിവസം തന്നെ സമർപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ കലക്ടറെ കണ്ടപ്പോൾ നമ്മളുടെ ന്യൂസ് മലയാളത്തോടക്കം പറഞ്ഞിരുന്നത്. തീരുമാനം ഉണ്ടാകേണ്ട ആളുകളാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച നിവേദിൻ്റെയും ധ്യാനിൻ്റെയും ഇഷാനിൻ്റെയും മൃതദേഹം അടക്കം ചെയ്ത ഇതാണ്. നമുക്ക് ആ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും ഒക്കെ വെച്ചേക്കുന്നത് കാണാൻ കഴിയും. ബന്ധുക്കൾ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ അച്ഛനും അമ്മയും അവിടെ അവശേഷിക്കുന്നുണ്ട്. അവരുടെ ആ ഓർമ്മകളുമായി നമുക്ക് ആ മൃതദേഹത്തിൻ്റെ അടക്കം ചെയ്തിരിക്കുന്ന ഫലകത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: അച്ഛ, അമ്മേ, ഞങ്ങൾ ഇന്ന് വാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാകമാർക്ക് നടുവിലാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ ആസിഫിനടക്കം വികാരഭരിതനാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കുഴിമാടം കാണുന്ന എല്ലാവർക്കും കൂടുതലായി സങ്കടം അല്ലെങ്കിൽ കണ്ണുനീര് പൊഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വായിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഒരു വീട്ടിൽ ഏറ്റവും സന്തോഷത്തോടെ ഉണ്ടായിരുന്ന 3 മക്കളാണ് ഇവിടെ ഈ ഒരു മഹാദുരന്തത്തിൽ നഷ്ടമായിരിക്കുന്നത്. ആ കുടുംബത്തിൽ 5 പേരെയാണ് പൂർണ്ണമായി നഷ്ടമായ. അതിൽ 3 പേരും കുട്ടികളാണ്. ആദ്യ ദിവസം ഇവരെ തെരഞ്ഞിട്ട് ഈ കുട്ടികളെ കാണാൻ സാധിച്ചില്ല. 2 പേരെ കിട്ടി. അതിനുശേഷവും അച്ഛൻ്റെ തിരച്ചിലുകളൊക്കെ തന്നെ വാർത്തയിലൊക്കെ വന്നിരുന്നു. ഇവിടെ ആളുകളൊക്കെ തന്നെ പ്രാർത്ഥിക്കാനും അതോടൊപ്പം ഈ കുട്ടികളുടെ അടുത്തും ഒക്കെ എത്തുന്നു. ചേട്ടൻ നാട്ടുകാരനാണോ? കുട്ടികളെ അറിയാവുന്നവരായിരുന്നു. ഇത് ഒരു 2 കുട്ടികളെയാണല്ലോ ആദ്യം നിവേദനം ധാന്യം ലഭിച്ചതിന് ശേഷമാണ് തോന്നുന്നു ഇഷാനെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അച്ഛനമ്മ അവരോട് സംസാരിച്ചിരുന്നു. ഇന്നും വെല്ലുമ്മയും നഷ്ടമായി. അത് ആണല്ലേ? പാറിപ്പറന്ന് നടന്ന കുട്ടികളെ ഇങ്ങനെ ഈ മഹാദുരന്തത്തിൽ നഷ്ടമായല്ലേ? അത് നശിച്ചുപോയി. ആകെ 1 വർഷമായി. ഭയങ്കര സങ്കടമാണ്. കാരണം ആകെ അവർക്ക് ഒന്നുമില്ല. ആ ഒരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുട്ടികൾ ഇതിൻ്റെ തലേന്ന് വരെ സന്തോഷമായിട്ട് സ്കൂളിലൊക്കെ പോയി വന്ന കുട്ടികളാണ്. അന്ന് ഒരു രാത്രിയായപ്പോഴത്തേനും 1 മണിക്കൂർ കൊണ്ടെല്ലാം തീർന്നു. അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഞാനൊക്കെ താമസിക്കുന്നത്. ഞങ്ങളൊക്കെ ഓടിക്കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. വീട് പൂർണ്ണമായി പോയിട്ടില്ല എൻ്റെ ഒന്നും. പക്ഷേ എനിക്കുണ്ടായ സ്വത്തും മുതലും ഒക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അവസ്ഥ ഇതാണ്. ഈ അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും പറയാനുണ്ടാകുന്നത് തന്നെയാണ്. ഇന്നും അച്ഛനും അമ്മയും വന്ന് മിഠായികളും കളിപ്പാട്ടങ്ങളും. അമ്മയായിരിക്കുന്നു. അമ്മയാണ് കുട്ടിയുടെ അമ്മ. അതെ, ഇവരോടൊക്കെ നമ്മൾ എന്താ ചോദിക്കുക എന്ന് നമുക്ക് ആ മാതാവിനോട് ഒരിക്കലും നമുക്ക് അതിൻ്റെ ഓർമ്മകൾ ചോദിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പോലും ഇവിടെ നിൽക്കുമ്പം സ്വാഭാവികമായും നമുക്ക് അങ്ങനെയൊരു ആ ഒരു വിഷമവൃത്തത്തിൽ ആ മാതാവിൻ്റെ പ്രതികരണം എടുക്കുക സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഓർമ്മകളിൽ തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു പ്രതികരണം ഡിപ്രഷൻ മൂഡ് ആരും വേണ്ടില്ല. കാരണം അത്രത്തോളം എനിക്കതാണ് പറയുന്നത്. കാരണം ഞാനിന്ന് ആ മുണ്ടക്കൈ പോയി ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, കാരണം ഞാൻ ഇത്രത്തോളം ടെൻഷൻ അടിച്ച് റിപ്പോർട്ട് ചെയ്തൊരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം
ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം പറയുകയാണെങ്കിൽ നമ്മൾ 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വന്ന് റിപ്പോർട്ട് ചെയ്ത് പോവുക മാത്രമാണ്. പക്ഷെ ഇപ്പം ആ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ ആ ഓർമ്മകൾ ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും ആ നാട്ടുകാർക്കും ഒക്കെ എത്രത്തോളം അതിൻ്റെ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും ആ ഹൃദയഭൂമിയിലേക്ക് ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവരെ സംബന്ധിച്ചോളം അവർ ഈ ഒരു ഓർമ്മ ദിവസം മാത്രം എത്തുന്ന ആളുകളല്ല. കാരണം ഓരോ ദിവസവും ഇവിടെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. കാരണം ആ ഒരു ദുരന്തത്തിൽ ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു നാടിൻ്റെ ഓർമ്മകൾ മാത്രമേ അവർക്കെല്ലാവർക്കും കരുതാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിവേദിൻ്റെയും ദാനിൻ്റെയും ഇഷാൻ്റെയും മാതാവ് അടക്കം ഇവിടെ ഉണ്ട്. അവരുടെ വല്യമ്മ രാജമ്മ തൊട്ടടുത്ത് തന്നെ മറമാടിയിട്ടുണ്ട്. പിന്നീട് മാത്രമാണ് ഈ മൃതദേഹം അവരുടെ വല്യമ്മയുടേതാണെന്ന് തിരിച്ചറിയുന്നത്. അത് അന്ന് അവിചാരിതമായി ഇതിൻ്റെ അടുത്തുള്ള കുഴിമാടത്തിൽ ആ മൃതദേഹം അടക്കം ചെയ്തു. എന്തായാലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരും ഇപ്പോൾ ഉറങ്ങുന്നത് എന്നുള്ളതാണ്. അത്യന്തം വൈകാരികമായ കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. വൈകാരികമായ ഓർമ്മകളാണ് ഉള്ളത്. അത് നമുക്ക് അവിടെ എത്തുന്ന ഉറ്റവരോട് ആ നിലയ്ക്ക് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ആണ് ഉള്ളത്. കാരണം അത്രയും വേദനിപ്പിക്കുന്ന ഓർമ്മകളെ നമ്മൾ തൊട്ട് ഉണർത്താൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ അവർ ആ ഓർമ്മകളിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ കണ്ണീരിലേക്ക് കൂടുതൽ നമ്മൾ ക്യാമറ വയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഓർത്തെടുക്കുകയായിരുന്നു. ആസിഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയ ആളാണ്. അപ്പോൾ ആ വിഷമം എന്താണ്, വേദന എന്താണ്, വേർപാട് എന്താണെന്നൊക്കെ നേരിട്ട് കണ്ടതാണ്. ആ കണ്ണീര് ഒരു കൊല്ലത്തിന് ശേഷം ഓർത്തെടുക്കുവാൻ ആസിഫിലും കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ ആരും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആസിഫ് പറഞ്ഞത് എല്ലാം തന്നെ മനസ്സിലാവും. കാരണം ആസിഫിൻ്റെയും വിഷമം എനിക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആസിഫും ലിനറ്റുമാണ് ആ വിവരങ്ങൾ അവിടെ നിന്നും പങ്കുവച്ചത്.